ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം ദാനിയേലിനെക്കുറിച്ചും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പഠിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമ്മൾക്ക് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെക്കുറിച്ച് പഠിക്കാം. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവനതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരസമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരോടും സ്ഥാനപതിയോടും ദേശാധിപന്മാരോടും ന്യായാധിപന്മാരോടും ഭണ്ഡാര വിചാരകന്മാരോടും മന്ത്രിമാരോടും നഗരാധിപന്മാരുമായ സകല സംസ്ഥാന പാലകന്മാരുമായ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഈ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാനായിട്ട്. അതിനുശേഷം രാജാവ് പറഞ്ഞു, ഞാൻ നിർത്തിയതായിട്ടുള്ള ഈ ബിംബത്തിൻ്റെ മുമ്പാകെ കാഹളം, കുഴൽ, തമ്പൂരം, കിന്നര, വീണം, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ ഈ സംസ്ഥാനത്തിലുള്ളവരെല്ലാവരും നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. അതുകൊണ്ട് അതിനുവേണ്ടി ആ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി എല്ലാവരും, രാജാവ് പറഞ്ഞ എല്ലാവരും, സംസ്ഥാനത്തുള്ള എല്ലാവരും വന്നുകൂടിയതിന് ശേഷം അവർ ആ ബിംബത്തിൻ്റെ മുമ്പാകെ കിന്നരം, വീണ, നാഗസ്വരം, കാഹളം, കുഴൽ, തമ്പൂരം വീട്ടിയപ്പോൾ സകലവിധ നാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ 3 പേര് അവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്, അവർ 3 പേരും ഈ ബിംബത്തെ നമസ്കരിച്ചില്ല. അപ്പോൾ നമസ്കരിക്കാതെ വന്നപ്പോൾ കൽദിയർ വന്ന് രാജാവിനോട് പറഞ്ഞു, ശദ്രക്ക് മേശക്കും അബേദ്നെഗോവും രാജാവ് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ആ ബിംബത്തിൻ്റെ മുൻപാകെ അവർ നമസ്കരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ തീരുമാനമാണ്. ഞങ്ങൾ അന്യദൈവത്തെ നമസ്കരിക്കുകയില്ല. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിൻ്റെ ദൈവമായ യഹോവയാകുന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പയിക്കുന്നവർ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെ തലമുറ മക്കളുമേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ശദ്രക്ക് മേശക്കിനും അബേദ്നെഗോവും നന്നായിട്ട് അറിയാമായിരുന്നു, ബിംബത്തെ നമസ്കരിക്കുവാൻ പാടില്ല, വിഗ്രഹമുണ്ടാക്കാൻ പാടില്ല, വിഗ്രഹത്തെ നമസ്കരിക്കുവാൻ പാടില്ല. അപ്പോൾ ഒന്നാമതായിട്ട് അവർ തീരുമാനിച്ചു, ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. രണ്ടാമതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, രാജാവ് അവരെ വിളിച്ചു വരുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും വീണ വായിക്കുകയും തമ്പൂരം മുതലായി വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അവർ ഉടനെ രാജാവിനോട് പറയുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഭയമില്ലാത്ത അവസ്ഥ. മാനുഷ്യ ഭയം ഒരു കെണിയാണെന്ന് അവർ മനസ്സിലാക്കി അവർ രാജാവിനെ ഭയപ്പെടുന്നില്ല. അപ്പോൾ രാജാവ് അവരോട് പറയുന്നത്, ഈ കാഹളം, കുഴൽ, തമ്പൂരം, കിന്നര, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ എന്ന് രാജാവ് പറയാണ്. ശക്തിയുള്ള രാജാവാണ്. എന്നാൽ അവർ ഉത്തരം പറയുന്നു. അവർക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല. അവർ ഉത്തരം പറയുകയാണ്, നെബൂഖദ്നേസർ രാജാവേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല എന്നുള്ളത് വളരെ ധൈര്യത്തോടു കൂടി അവർ പറയുന്നു.
നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്ന പ്രസ്താവിപ്പാതിരിപ്പാൻ കഴിയുന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതെ, ഇവിടെ നമുക്ക് കാണാൻ പത്രോസ് യോഹന്നാനും ധൈര്യത്തോടുകൂടെ അവരുടെ മുമ്പാകെ മരണം അവർക്ക് ഉണ്ടാകുമെന്ന് എന്ന് വന്നെങ്കിലും അതിൻ്റെ മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കുന്ന അവരെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും 3 പേരും അവർക്ക് മാനുഷ്യഭയം കെണിയാണെന്ന് മനസ്സിലായി. അവർ രാജാവിനെ ഭയപ്പെട്ടില്ല, അവർ ദൈവത്തെ ഭയപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം. അവർ രാജാവിനോട് പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണത്തെ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലോ എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അവർ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. വിശ്വാസമെന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതെ, കാണുവാൻ സാധിക്കത്തില്ല. ഇനി അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവർക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. അവരെ തീച്ചൂളയിലിടും, അവർ വിടുവിക്കപ്പെടുമോ, അവർ ആ ഭസ്മമായി തീരുമോ, ഇതൊന്നും അവർക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അവർ വിശ്വസിച്ചു. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അവർ ദൈവത്തിൽ, അവർ കാണാത്ത ദൈവത്തിൽ അവർ വിശ്വസിച്ചു. ഇനി വരുവാൻ പോകുന്ന കാര്യത്തിൽ ഞങ്ങളെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ് എന്നുള്ളത് അവർ വിശ്വസിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നമസ്കരിക്കുകയില്ല. രാജാവിന് കോപം മുഴുത്തു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പാൻ അവൻ കൽപ്പിച്ചു. അങ്ങനെ ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പിച്ചു. അതിനുശേഷം അവൻ ചില പുരുഷന്മാരോട് പറഞ്ഞു, മഹാബലവാന്മാരെ ചില പുരുഷന്മാരോട് പറഞ്ഞു, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലള മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂട് അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയി പുരുഷന്മാരെ അഗ്നിജാല ദഹിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ആ തീച്ചൂളയിൽ അവർക്ക് ഒന്നും ഭവിക്കാത്തതായിട്ട് അവർ അവിടെ നടക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ രാജാവ് അത് നോക്കി കണ്ടപ്പോൾ ഭ്രമിച്ചു. രാജാവ് പറയുകയാണ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർ കിടക്കുകയല്ല ചെയ്യുന്നത്, അവർ നടക്കുകയാണ്. അവർ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവൻ്റെ രൂപം ഒരു ദൈവദൂതനോട് ഒത്തിരിക്കുന്നെന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ് എരിയുന്ന തീച്ചൂളയുടെ വാതിക്കൽ അടുത്തിയെന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കും മേശക്കും അബേദ്നെഗോവെ പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറപ്പെട്ടു. അവരുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അടുത്തതായിട്ട് കാണുന്നതാണ്, ദൈവം അവരോടുകൂടെ ആ തീച്ചൂളയിലുണ്ടായിരുന്നു. ദൈവം അവരോടുകൂടെ തീച്ചൂളയിലുണ്ടായിരുന്നു. ശൗമേൽ 1 ശൗമേൽ 2-ന്റെ 30-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ദൈവത്തെ മാനിച്ചു, രാജാവിനെ ഭയപ്പെട്ടില്ല. ദൈവം അവരെ മാനിച്ചു. ദൈവം അവരോട് കൂടെ ആ തീച്ചൂളയിൽ വന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ആ പുരുഷന്മാർ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ട കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം തട്ടാതെയും അവർ പുറത്തു വന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രാജാവ് പറയുകയാണ്, 5-ാമതായിട്ട് നമുക്ക് കാണാൻ ദൈവനാമം അവിടെ മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ രാജാവ് പറയുകയാണ്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നത ദൈവത്തിൻ്റെ എന്നാണ് രാജാവ് പറയുന്നത്. അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരെ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കണം. രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ വേറൊരു ദൈവവും ഇല്ലായകൊണ്ട് അവർ പിന്നെ പറയുകയാണ്, എല്ലാവരും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി സകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യും എന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നു. അതേ, ദൈവനാമം ഭൂതപ്പെടുവാനിടയായിട്ട് തീർന്നു. 6-ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും,
അവിടെ അവർക്ക് ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൊടുത്തു. ദൈവത്തെ മാനിച്ചവരെ ദൈവം മാനിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ പോലെ ദൈവത്തോടു കൂടെ നടക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ, ദൈവത്തിൽ വിശ്വസിപ്പാൻ, ദൈവത്തിനായിട്ട് നിൽപ്പാൻ തക്കവണ്ണം ഏത് സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും കർത്താവിനെ മാനിക്കുവാനായിട്ട്, കർത്താവിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.